പടുകൂറ്റൻ കെട്ടിടങ്ങളിൽ കാട്ടുവള്ളികൾ കൊണ്ട് ചുറ്റപ്പെട്ട ഐക്കയെ അയാൾ ആശ്ചര്യത്തോടെ നോക്കിക്കണ്ടു. തിരക്കു നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു അവൻ പ്രതീക്ഷിച്ചത്. എന്നാൽ ഇരുട്ടിൻ്റെ നിശബ്ദതയിൽ അതിലും നിശബ്ദമായി ഐക്ക. നീണ്ടു നിവർന്ന കണ്ണെത്താ ദൂരത്തോളം നീണ്ട കരിങ്കൽ ഭിത്തികൾ, ഭിത്തിയോട് ചേർന്ന് അവിടെ ഇവിടങ്ങളായി ചെറിയ പന്തങ്ങളും റാന്തലുകളും. ഏത് ദിശയിലേക്ക് നോക്കിയാലും രണ്ടാളടി പൊക്കത്തിലുള്ള മതിലും അതിനു പിറകിലായി പടുകൂറ്റൻ മരങ്ങളും മാത്രം. ദൂരെ വലിയൊരു മരച്ചൂട്ടിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നു. അയാൾ അവളുടെ അടുത്തേക്ക് നടന്നു പോകുമ്പോൾ ചവിട്ടിയ ഇലയുടെ ശബ്ദം കേട്ടാവണം അവൾ അയാളെ ഒന്ന് നോക്കി. എന്നിട്ട് വീണ്ടും അവൾ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തിലേക്ക് തന്നെ തൻ്റെ കണ്ണുകളെ പായിച്ചു. അയാൾ അവളോട് ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചു. അരണ്ട വെളിച്ചം മാത്രം നിഴലിച്ച വലിയ കവാടത്തിലേക്ക് അവൾ അയാളൊന്ന് നോക്കുക പോലും ചെയ്യാണ്ട് ചൂണ്ടിക്കാണിച്ചു. അയാൾ ആ പടുകൂറ്റൻ കെട്ടിടത്തിൻ്റെ ചെറിയ കവാടത്തിലേക്ക് ചെന്നു. പുറമേ ഉള്ളതിനേക്കാൾ ഇരുട്ടാണകം. കരിങ്കൽ ഭിത്തുകളിൽ അവിടെ ഇവിടങ്ങളിലായി തൂക്കിയിട്ടിരിക്കുന്ന റാന്തലിൻ്റെ അരണ്ട വെളിച്ചം മാത്രമാണ് അകത്തുള്ള ആകെ വെളിച്ചം. അകത്ത് ഇരുട്ടിനെ ഭയന്നിട്ടാവണം ഇടയ്ക്കിടെ അയാളുടെ നിഴലിനെ അയാൾക്ക് മുന്നിൽ അപ്രത്യക്ഷമായിരുന്നു. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ 3 വഴികളെ അയാൾക്ക് കാണാൻ കഴിഞ്ഞു. അയാൾ കുറച്ചുനേരം അവിടെ നിന്നു. ഇതുവരെ എവിടെയും ഐക്ക എന്ന പേര് അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇനി താൻ വന്നയിടം മാറിപ്പോയോ? അയാൾ അങ്ങനെ ചിന്തിക്കാതിരുന്നില്ല. ആ സമയം ഇടത്തെ വഴിയിലെ ഒരു റൂമിൽ നിന്ന് 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി നടന്നു വന്നു. ആ റാന്തൽ വെളിച്ചത്തിൽ അവളെ പാതി മറഞ്ഞ മുഖം അവൻ വ്യക്തമായി കണ്ടു.